ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിച്ചറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് കടലമാവ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം കാശ്മീരി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് 1/4 ടീസ്പൂണും കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട ആർക്കും വേണമെങ്കിലും നമുക്ക് നിഷ്പ്രയാസം മിച്ചർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കടയിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. യാതൊരു കെമിക്കലോ കളറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു നമ്മുടെ മിച്ചറിന്. ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ 1 കപ്പ് 1.5 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൊടിക്കനുസരിച്ച്, അരിപ്പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറേശ്ശെ ഇത് ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ച് നമ്മൾ ഒഴിക്കരുത് വെള്ളം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവില്ല. നമ്മുടെ മാവിൻ്റെ കൂട്ട് ലൂസായി പോകും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മാവൊക്കെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് ഓയിലാണ്, വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. പാം ഓയിലാണെങ്കിൽ പാം ഓയിൽ, ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിൽ ആ എണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് സേവനാഴി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പീച്ചി എടുത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അത് പീച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാലൻസ് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, ഇഡ്ഡലിയുടെ പരുവത്തിൽ വെള്ളം ചേർത്ത് നമുക്കത് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മിച്ചറിലേക്ക് ആവശ്യമുള്ള ബൂന്തി കേട്ടോ. ഇതാ നമ്മുടെ മിച്ചറൊക്കെ നമുക്കിവിടെ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ബൂന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പുട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പുട്ടുകടലായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ വറുത്ത്. വെളുത്തുള്ളി 5-6 അല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ച് എണ്ണയിൽ വഴറ്റി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക് നമ്മൾ 4 എണ്ണം കീറി കൊടുത്തിട്ട് 4 എണ്ണം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ട് കീറി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ്, നിലക്കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത്. അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതേ സ്വാദിഷ്ടമായ മിച്ചറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ആവൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അതുവരേക്കും അസ്സലാമു അലൈക്കും.